റാണി എണീറ്റോ? ബാത്റൂമിലാ. ആ, ഇതെന്ത് പറ്റി? സാബു, നിങ്ങൾ ഭാര്യമാരാ ഇങ്ങനെയുള്ളവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ക്ഷമിച്ച് അവരെ വഷണാക്കും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറ, ബാക്കി അവർ നോക്കിക്കോളും. സരിത പറയണോ അതോ ഞാൻ പറയണോ? അല്ല, അവരെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. ഇല്ലെന്നേ, ഞാനല്ലേ പറയുന്നത്. ആ ശരി. കാപ്പി എടുക്കട്ടെ? ഇല്ല, കട്ട മതി. ഓ, പാല് കുടിച്ചാൽ പിരിയുമായിരിക്കും അല്ലേ? ഡേഡി, അവിടെ നിന്ന്. ഇത് എന്തുപോലെ വാടി? ഇതൊന്ന് പോയി മാറിയിട്ട് വാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ എപ്പോ വന്നു? 5:30 ഫാസ്റ്റ്. ഡി, നിന്നോടല്ലേ പോയി മാറാൻ പറഞ്ഞേ? അമ്മ, ഇത് നമ്മുടെ വീടല്ലേ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് നൈറ്റ് ഡ്രസ്സാ, രാത്രി നിന്റെ മുറിയിൽ മാത്രം ഉപയോഗിക്കുന്നത്. അമ്മ, ഇതൊക്കെ ഇപ്പൊ എല്ലാരും അവരുടെ വീട്ടിലിട്ടോണ്ട് നടക്കാറുണ്ട്. ഈ വീട്ടിൽ പറ്റില്ല. ഇത് ഇച്ചിരി പരിഷ്കാരം കുറഞ്ഞ വീടാ. പോയി മാറ്. അമ്മയല്ലേ പറഞ്ഞു നാട് ഓടുമ്പോൾ നാട് വേണം. സോറി. തർക്കുത്തരം പറയാതെ പോയി മാറടി. പോ. അച്ഛാ, നോക്കിയേ. മോള് പോയി മാറി പോ. കണ്ടോ, നിന്നോട് എത്ര തവണ പറഞ്ഞു ഇങ്ങനെ പിറുപിറുക്കരുതെന്ന്? എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയടി. ഉറക്കെ കേട്ടിട്ട് കാര്യമില്ല. സെന്റ് ജോസഫ് സ്കൂളിലെ ഇംഗ്ലീഷ് നിനക്ക് മനസ്സിലാവത്തില്ല. ഓടാന്നാ. എന്നാ കറി എടുക്കാൻ പോകുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് എല്ലാവർക്കും എടുത്തോണ്ട് വന്നൂടെ? ആർക്കെങ്കിലും വേണമായിരുന്നോ? ഇതൊക്കെ ഒന്ന് ചോദിച്ചൂടെ? സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എന്താ അമ്മ, അമ്മയ്ക്ക് വേണോ? ഞാൻ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട. അച്ഛന് വേണോ? പിന്നെന്താ പ്രശ്നം? ജോർജ് കുട്ടി, നമുക്ക് ഈ സിനിമ പിടുത്തമൊക്കെ വേണോ? നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം അഞ്ജുവിൻ്റെ കല്യാണമല്ലേ? അമ്മ, എനിക്കിപ്പോൾ ഉടനെ കല്യാണമൊന്നും വേണ്ട. എനിക്കിനിയും പഠിക്കണം. ഇപ്പൊ ഉടനെ നടത്താനല്ല മോളെ. ഇപ്പൊ ആലോചിച്ചാലേ 1-2 കൊല്ലത്തിനുള്ളിൽ നടക്കുള്ളൂ. പഠിത്തമൊക്കെ കഴിഞ്ഞ് 1-2 വർഷം എനിക്ക് ജോലി ചെയ്യണം. എന്നിട്ട് ആലോചിച്ചാൽ മതി അച്ഛാ. മോളെ ടെൻഷൻ അടിക്കണ്ട. പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് കെട്ടിയാൽ മതി. അല്ല ജോർജ് കുട്ടി, ഞാൻ നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. അച്ഛാ, നമ്മുടെ സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? ഇതും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇടലിതില്ലേ? ജോർജ് കുട്ടി, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ? അഞ്ജുവിന്റെ കല്യാണ കാര്യം. നിനക്കിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ? നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് ജോർജ് കുട്ടിക്ക് അറിയാവോ? എനിക്കറിയില്ല, നിനക്കറിയാം? അറിയാം. സാറേ, ആ ജോർജ് കുട്ടിയുടെ കേസ് എന്തായി? എന്തൊക്കെ പറഞ്ഞാലും ജോർജ് കുട്ടി ആളും എടുക്കണ. വർഷം 6 കഴിഞ്ഞു, ഇതുവരെ പോലീസുകാർക്ക് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. അല്ല സാറേ? സാറേ, കേസ് ഉപേക്ഷിച്ചോ അതോ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടോ? സാറേ, ആ പയ്യന്റെ ബോഡി കിട്ടത്തോണ്ടാണ് അന്വേഷണം നടക്കാത്തത്. അതറിയാതെ നിനക്കൊന്നും ഉറക്കം വരില്ല അല്ലടാ? നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? വെറുതെ പോലീസുകാരെ ചൊറിഞ്ഞ് ശത്രുത വരുത്തി വെക്കണ്ട. ഇതൊക്കെ ഒരു രസമല്ലിക്ക. ഞങ്ങളൊക്കെ ജോർജ് കുട്ടി ഫാൻസാ. പുള്ളി നമ്മുടെ സ്റ്റാർ അല്ലേ? ആരോട് പറയാ? അതെ, അവരിതിപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മോനിച്ചനെ കണ്ടിരുന്നു. ഏത് മോനിച്ചൻ? നമ്മുടെ ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴക്കിട്ട് പോയാ? അത് തന്നെ. അവൻ്റെ വീട്ടിൽ നമ്മുടെ പുതിയ CA ചെന്നിരുന്നു. എന്നിട്ട് ജോർജ് കുട്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചത്. എന്ത് കാര്യം? ആ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. പക്ഷെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു. സോമൻ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. 5-6 മാസം മുമ്പ് ജോർജ് കുട്ടി രാത്രികാലങ്ങളിൽ സംശയകരമായി കണ്ടുവരുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ഓൻ രാത്രിയല്ലേ കേബിൾ നന്നാക്കാൻ പോലെ. ഇനിയിപ്പോ പോലീസിനെ അയാളെ തൊടാൻ പറ്റില്ല. വലിയ മുതലാളിയായി പോയില്ലേ?
ആളൊന്നുമല്ല, ജോർജ് കുട്ടി നിരപരാധിയാണ്. അതുകൊണ്ടല്ലേ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഓ, ഒരു നിരപരാധി. ആ പയ്യനെ തട്ടിയത് അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. നാട്ടുകാർ മൊത്തം പറഞ്ഞ അത് തന്നെ. പക്ഷെ തെളിവില്ലാണ്ട് എന്നാ ചെയ്യാനാ? ജോസോ എപ്പോ വന്നു? ശിക്ഷ കഴിഞ്ഞതാണോ അതോ പരോളോ? ശിക്ഷ കഴിഞ്ഞു, ഇളവ് കിട്ടി, വരുന്ന വഴി. ഒരു ചായ എടുക്കട്ടെ. രഘു, ഒരു ചായ. കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ സഹായിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആര് കൊടുക്കും? ആ ചെറുക്കൻ്റെ വീട്ടുകാർ. സർക്കാരായിരിക്കും. എന്താ ഈ സംഭവം? മാറി